ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു തനുസ് ഡയറീസ്. എല്ലാവരും അറിയുന്നത് പോലെ DHS സ്റ്റാഫ് നഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റഡി സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് മുന്നേറാം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്കോളജിയാണ്. ഒത്തിരി പേര് പറഞ്ഞു കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും വേണ്ട ചേച്ചി, സൈക്കോളജി, സോഷ്യോളജി, നമ്മുടെ ഫസ്റ്റ് എയ്ഡ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അങ്ങനെ കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടല്ലോ. എസ്പെഷ്യലി സൈക്കോളജി, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓൾറെഡി ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ആയി. നിങ്ങളത് കണ്ടു നോക്കുക. നിങ്ങൾ ആ 3 വീഡിയോസും കാണുമെങ്കിൽ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് മിസ്സാവത്തില്ല, ഞാൻ ഉറപ്പ് തരുന്നു. അത്രയ്ക്കും നല്ലൊരു നോട്ട് വെച്ചിട്ടാണ് ഞാൻ അതിനകത്ത് ക്ലാസ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സൈക്കോളജി. അപ്പോൾ സൈക്കോളജി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈക്കോളജി പഠിക്കാൻ എളുപ്പമാണ്. എല്ലാ കാര്യങ്ങളും ഈ 3 വീഡിയോയ്ക്കകത്ത് ഞാൻ ചുരുക്കാൻ നോക്കാം. അത്യാവശ്യം നല്ല നോട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ സൈക്കോളജി ക്ലാസ്, അതായത് എനിക്ക് സോഡിയാക്കിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് അനുസരിച്ചിട്ടാണ് ഇവിടെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. സോ ഒരു കാര്യവും മിസ്സാക്കാണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുക. അപ്പോൾ 3 വീഡിയോ മിസ്സാക്കാണ്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും സൈക്കോളജിയിൽ നഷ്ടമാകത്തില്ല, അത് പഠിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യണം, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സൈക്കോളജി. ഓക്കെ, സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന എന്ത് കാര്യമാണ്? സൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ അല്ലേ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ് കേട്ടോ. സൈക്കോളജി ഗ്രീക്ക് വേർഡാണ്. പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്താണ് സൈക്കോളജി? സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡാണ്. ഇതിന് നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ സൈക്കോളജി, സൈക്കിക് പ്ലസ് ലോഗോസ്. സൈക്കിക് പ്ലസ് ലോഗോസ്. സൈക്ക് എന്ന് പറഞ്ഞാൽ മൈൻഡ് എന്നാണ് അർത്ഥം, ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി. സോ നമ്മൾ എന്ത് പറയും? സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫാദർ ഓഫ് സൈക്കോളജി. എല്ലാവർക്കും അറിയാം, ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ വിൽഹം വൂണ്ടാണ്. എന്തുകൊണ്ട് വിൽഹം വൂണ്ടിനെ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നു? ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയാൻ കാരണം, അതായത് 1879 ജർമ്മനിയിലെ ലിപ്സിക്കിൽ ഫസ്റ്റ് സൈക്കോളജി ലാബ് ഇൻ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് നമ്മുടെ വിൽഹം വൂണ്ടാണ്. എന്നാണ് 1879 ജർമ്മനിയിൽ ലിപ്സിക്കിലാണ് നമ്മുടെ ഫസ്റ്റ് സൈക്കോളജിക്കൽ യൂണിവേഴ്സിറ്റി, സൈക്കോളജിക്കൽ ലാബ് ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിക്കുന്ന വിൽഹം വൂണ്ട്. സോ ഹി ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് സൈക്കോളജി. കുറച്ച് ഡെഫിനിഷൻ നോക്കാം. സൈക്കോളജിയുടെ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. അത് മോറിസ് ആൻഡ് ഫീൽഡ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 വ്യക്തികളാണ് ഈ ഒരു ഡെഫിനിഷൻ തന്നേക്കുന്നത്. ഓർത്തു വെക്കുക, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോറിസ് ആൻഡ് ഫീൽഡ്മാൻ പറഞ്ഞേക്കുന്നത് സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്സസ്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് സൈക്കോളജി ഇസ് ദ സയൻസ് that studies the behavior, action, mental processes and experiences of human beings and other organisms. അത് സാക്യുസോ ആണ് ഈ ഒരു ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. കുറച്ച് നീളമുള്ള ഡെഫിനിഷനുള്ളൂ, പക്ഷേ പറയുന്ന കാര്യമല്ല, സെയിം കാര്യങ്ങൾ തന്നെയാണ്. സോ ഈ 2 കാര്യങ്ങൾ ഓർമ്മിക്കുക. ആരൊക്കെയാണ് പറഞ്ഞതെന്ന് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. മൂവ് ഓൺ ടു ഇമ്പോർട്ടൻ്റ് ഏരിയയിലോട്ട് പോവുകയാണ് സൈക്കോളജിയിലെ സ്കൂൾസ് ഓഫ് സൈക്കോളജി. ഇതിനായിട്ട് നമുക്ക് 5 സ്കൂൾസ് ഓഫ് സൈക്കോളജി ആണുള്ളത്. ഇഷ്ടംപോലെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നൊരു പോർഷനാണ്. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. സോ നമുക്ക് സ്കൂൾസ് ഓഫ് സൈക്കോളജി പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചറലിസം കൊണ്ടുവന്നത് വുഡ് ആൻഡ് ടിച്ച്നറാണ്. ഇവർ പറയുന്നത് ഇവർ സ്റ്റഡി ചെയ്തത് നമ്മുടെ യൂണിറ്റ്സ് ഓഫ് മൈൻഡ് ആണ്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് മൈൻഡ്. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ യൂണിറ്റ്സ് ഓഫ് മൈൻഡ്? എന്തൊക്കെ യൂണിറ്റ് കൊണ്ടാണ് മൈൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ എലമെൻറ്റ് കൊണ്ടാണ് നമ്മുടെ മൈൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതിനെപ്പറ്റിയാണ് ആര് സ്റ്റഡി ചെയ്തത്? ഈ സ്ട്രക്ചറലിസത്തിൽ നമ്മുടെ വുഡും ടിച്ച്നറും സ്റ്റഡി ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചറലിസത്തിൽ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ദ ഗോൾ ഓഫ് സ്ട്രക്ചറൽ വാസ് ടു ഫൈൻഡ് ഔട്ട് ദ യൂണിറ്റ്സ് ആൻഡ് എലമെൻറ്റ്സ് വിച്ച് മേക്സ് ദ മൈൻഡ് ഉണ്ടാക്കിയിരിക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ എലമെൻറ്റ്സിനെ കണ്ടുപിടിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് ഈ സ്ട്രക്ചറലിസം സ്കൂൾ ഓഫ് വൺ ഓഫ് ദ മോഡൽ ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ വൺ ഓഫ് ദ സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ സ്ട്രക്ചറലിസത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ?
സ്ട്രക്ചർലെസ്സതിൽ നമ്മുടെ മൈൻഡിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ. ഏത് മെത്തേഡാണ്? ഇൻട്രോസ്പെക്ഷൻ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ സ്ട്രക്ചർലെസ്സത്തിൽ നമ്മുടെ സ്ട്രക്ചർലിസ്റ്റ് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് മൈൻഡിൻ്റെ യൂണിറ്റ്സ് കണ്ടുപിടിക്കുന്നത്? എന്താണത്? ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡാണ് കേട്ടോ. നെക്സ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. ഇതൊക്കെ കൊണ്ടുവന്നത് മാക്സ് വെർത്തീമറാണ് കേട്ടോ. 1912 മാക്സ് വെർത്തീമറാണ് നമ്മുടെ ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്ന ഒരു തീം കൊണ്ടുവന്നത്. ജസ്റ്റാൾട്ട് സൈക്കോളജി സ്ട്രോങ്ലി ഓപ്പോസ് സ്ട്രക്ചർലെസ്. അവർ സ്ട്രക്ചർലെസ്സത്തെ ഭയങ്കരമായിട്ട് എതിർത്തു. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദേ ആർഗ്യൂ ദാറ്റ് മൈൻഡ് കുഡ് ബി എ തോട്ട് ഓഫ് റിസൾട്ടിങ് ഫ്രം ഹോൾ പാറ്റേൺ ഓഫ് സെൻസറി ആക്ടിവിറ്റി. ഇവർ പറയുന്നത് വെച്ചാൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു തോട്ടാണ്. ആ തോട്ട് എന്തിൽ നിന്നാണ് വരുന്നത്? നമ്മുടെ സെൻസറി ആക്ടിവിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു തോട്ടാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അവർ സ്ട്രക്ചറലിസത്തിനെ ഓപ്പോസ് ചെയ്തു. മൈൻഡിൽ യൂണിറ്റും ഇല്ല, എലമെൻസും ഇല്ല എന്നാണ് നമ്മുടെ ജസ്റ്റാൾട്ട് സൈക്കോളജിക്കാർ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഫങ്ഷണലിസം. ഫങ്ഷണലിസം കൊണ്ടുവന്നത് ജോൺ ഡെവി ആൻഡ് ഏഞ്ചലാണ്. അപ്പോൾ നെക്സ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ഫങ്ഷണലിസം. ഫങ്ഷണലിസം കൊണ്ടുവന്നത് ജോൺ ഡെവി ആൻഡ് ഏഞ്ചൽ. ഫങ്ഷണലിസത്തിൽ അവർ പറയുന്നത് വെച്ചാൽ സൈക്കോളജി ഷുഡ് ഡു വാട്ട് മൈൻഡ് ബിഹേവിയർ ഡു. ഈ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൻ്റെ പ്രവർത്തികളെയാണ്. ആ പേര് തന്നെ ഫങ്ഷണലിസം, ഫങ്ഷൻ ഓഫ് മൈൻഡെയാണ് സൈക്കോളജി എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ ഈ ജോൺ ഡെവി ആൻഡ് ഏഞ്ചൽ ഫങ്ഷണലിസത്തിലൂടെ പറയുന്നത് കേട്ടോ. സൈക്കോളജി എന്ന് പറയുന്നത് ഷുഡ് ഡു വാട്ട് മൈൻഡ് ആൻഡ് ബിഹേവിയർ ഡു. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബിഹേവിയറിസം. ബിഹേവിയറിസം കൊണ്ടുവന്നത് നമ്മുടെ ജോൺ വാട്സൺ. എല്ലാവർക്കും അറിയാലോ ജോൺ വാട്സൺ. ബിഹേവിയറിസത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ബിഹേവിയർ ഓഫ് പീപ്പിൾ ആൻഡ് അനിമൽ. അപ്പോൾ അത് നമ്മൾ ആദ്യം പഠിച്ച ഒരു ഡെഫിനിഷൻ തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്, സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് പീപ്പിൾ ആൻഡ് അനിമൽ. അതാണ് നമ്മൾ ജോൺ വാട്സൺ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് സൈക്കോ അനാലിസിസ്. സൈക്കോ അനാലിസിസ് കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രൂഡാണ്. ഫ്രൂഡ് എന്ന് പറയുന്നത് ഈസ് എ ഫാദർ ഓഫ് സൈക്കോ അനലിറ്റിക്കൽ തിയറി ആൻഡ് സൈക്കോ സെക്ഷൽ തിയറി. സോ എത്രയാണ് 5 സ്കൂൾസ് ഓഫ് സൈക്കോളജി? ഏതൊക്കെയാണ്? സ്ട്രക്ചറലിസം, ജസ്റ്റാൾട്ട് സൈക്കോളജി, ഫങ്ഷണലിസം, ബിഹേവിയറിസം ആൻഡ് സൈക്കോ അനാലിസിസ്. ഒരിക്കലും മറക്കില്ലല്ലോ. ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്സ് ഇൻ സൈക്കോളജി. ലാൻഡ്മാർക്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങളുണ്ട്. ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞാൽ 1879 പഠിച്ച കാര്യമാണ്. വിൽഹം വൂണ്ട്, ഫാദർ ഓഫ് സൈക്കോളജി, ഫസ്റ്റ് സൈക്കോളജിക്കൽ ലാബ് ഇൻ ലിപ്സിക്, ജർമ്മനിയിലെ ലിപ്സിക്കിൽ ഇനാഗുറേറ്റ് ചെയ്തത് നമ്മുടെ വിൽഹം വൂണ്ട് എന്നാണ് 1879 കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് 1900 നമ്മുടെ സിഗ്മണ്ട് ഫ്രൂഡ് സൈക്കോ ഡൈനാമിക് പെർസ്പെക്റ്റീവ് കണ്ടുപിടിക്കുന്നു. സിഗ്മണ്ട് ഫ്രൂഡ് 1900 എന്താണ്? സൈക്കോ ഡൈനാമിക് പെർസ്പെക്റ്റീവ്. ദെൻ 1904 നമ്മുടെ ഇവാൻ പാവ്ലോവിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. എന്തിനാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇവാൻ പാവ്ലോവാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് കണ്ടുപിടിച്ചത്. സോ അതിന് നോബൽ പ്രൈസ് കിട്ടുന്നത് 1904. നെക്സ്റ്റ് വന്നിട്ട് 1924 നമ്മുടെ ജോൺ വാട്സൺ സ്കൂൾസ് ഓഫ് സൈക്കോളജി ബിഹേവിയറിസം. അത് 1924 കേട്ടോ. വി മൂവ് ഓൺ ടു മെത്തേഡ്സ് ഓഫ് സൈക്കോളജി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്, അല്ലെങ്കിൽ സെൽഫ് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ സെൽഫ് ലുക്കിംഗ്, സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെയാണ് നമ്മൾ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. അതായത് ലുക്കിംഗ് ടു വൺ സെൽഫ്, നമ്മളെ തന്നെ നോക്കി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതല്ലേ? അപ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ മെത്തേഡിനാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിലേക്ക് നോക്കി നമ്മുടെ കുട്ടികളെ, കുറവുകളെ, നമ്മളിലുള്ള ഗുണങ്ങളെ കണ്ടുപിടിക്കുന്നതിനെയാണ് സെൽഫ് ഒബ്സർവേഷൻ, അല്ലേ? സെൽഫ് റിയലൈസേഷൻ. അതിനെയാണ് നമ്മൾ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഒരു ഓൾഡസ്റ്റ് മെത്തേഡാണ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. ഏതാണ് ഓൾഡസ്റ്റ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ എഴുതണം. ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് ലുക്കിംഗ് വിത്തിൻ, നമ്മളിലേക്ക് തന്നെ നോക്കുന്നു. ഫണ്ടമെൻ്റൽ മെത്തേഡ് ഓഫ് സൈക്കോളജി എന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡാണ് എഴുതേണ്ടത്. സോ സെൽഫ് ഒബ്സർവേഷനിൽ നിന്ന് മെയിനായിട്ടും വരുന്നത് ഇറ്റ്സ് ഓൾസോ കാൾഡ് റെട്രോസ്പെക്റ്റീവ് അനാലിസിസ് എന്നും പറയാറുണ്ട് കേട്ടോ. റെട്രോസ്പെക്റ്റീവ് അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റിനെ റീകോൾ ചെയ്യുന്നത്. അതായത് പണ്ടൊക്കെ നടന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മളെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യത്തില്ല. അതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് പാസ്റ്റിനെ റീകോൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇൻട്രോസ്പെക്റ്റീവിനെ റെട്രോസ്പെക്റ്റീവ് അനലൈസിസ് എന്നും പറയാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ്
ഒബ്സർവേഷണൽ മെത്തേഡ്. ഒബ്സർവേഷൻ വെച്ചാൽ മറ്റുള്ളവരുടെ ബിഹേവിയറിനെ നോക്കി, ക്യാരക്ടറിനെ നോക്കി നമ്മൾ പഠിക്കുന്നതിനാണ് ഒബ്സർവേഷണൽ മെത്തേഡ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് മെത്തേഡുണ്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 സ്റ്റെപ്സാണ് ഇതിനുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ ബിഹേവിയർ കാണുന്നു, ഒബ്സർവ് ചെയ്യുന്നു, നമ്മളതിനെ നോട്ട് ചെയ്യുന്നു, പിന്നെ നമ്മളതിനെ അനാലിസിസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മളതിനെ ജനറലൈസ് ചെയ്ത് ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു. അതാണ് ഒരാളുടെ ഒബ്സർവറിനെ നമ്മൾ കാണുന്നു, നോട്ട് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അനാലിസ് ചെയ്യുന്നു, പിന്നെ അത് ജനറലൈസ് ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. വൺ ഈസ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മെത്തേഡാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. കാരണം എക്സ്പെരിമെൻറ്റ്സിലൂടെ നമ്മൾ അതിനെ പ്രൂവൺ ചെയ്ത് കാണിക്കുകയാണ് ഈ ഒരു സൈക്കോളജിക്കൽ ക്യാരക്ടർ ഗുഡ് ഓർ ബാഡ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ്. സോ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. മോസ്റ്റ് സയൻറ്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ആണ് ഈ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് നമുക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഏതാണോ നമ്മുടെ പ്രോബ്ലം അത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ പ്രോബ്ലം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോതെസിസ്. ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് നമ്മുടെ ആ പ്രശ്നത്തെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ടും അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് വേരിയബിൾസ് ഉണ്ട്, കാരണങ്ങളുണ്ട്. അതിനെ നമ്മൾ കണ്ടെത്തുക. അതാണ് ഹൈപ്പോതെസിസ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക, രണ്ടാമത്തെ ഫോർമുലേഷനും ഹൈപ്പോതെസിസ്. അതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും നമ്മൾ കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ എഫക്റ്റ് ഓഫ് യോഗ ഓൺ സ്ട്രെസ്. ഇതിൽ എഫക്റ്റ് ഓഫ് സ്ട്രെസ്സിൽ യോഗ എങ്ങനെ ഹെൽപ്ഫുൾ ആകുന്നു. ഇതിൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് യോഗയാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എപ്പോഴും ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേരിയബിൾ എന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിന് നമ്മൾ കൊടുക്കുന്നൊരു ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സ്പെസിഫിക് പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ എഫക്റ്റ് ഓഫ് യോഗ ഓൺ സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു പ്രോബ്ലം ആണല്ലേ നമുക്ക് സ്ട്രെസ്, അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. സ്ട്രെസ്സിനെ നമ്മൾ യോഗ കൊണ്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നു. യോഗ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നു. സോ ഈ ഹൈപ്പോതെസിസ് ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അറേഞ്ചിങ് ദ എൻവയോൺമെൻറ്റിനെ നമ്മുടെ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കി അല്ലെങ്കിൽ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് വഴി കിട്ടിയ റിസൾട്ട്സിനെ നമ്മൾ അനലൈസിസ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ നേരത്തെ ഒരു ഹൈപ്പോതെസിസ് ഫോം ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കറക്റ്റാണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സ്പെരിമെൻ്റൽ മെത്തേഡിനകത്ത് വരുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക, ഹൈപ്പോതെസിസ് ഫോർമുലേറ്റ് ചെയ്യുക, ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ കണ്ടുപിടിക്കുക, അറേഞ്ചിങ് ദ എൻവയോൺമെൻറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക, പിന്നെ നമ്മൾ റിസൾട്ട് അനാലിസിസ് ചെയ്ത് ഫൈനലി നമ്മൾ നമ്മുടെ ഹൈപ്പോതെസിസ് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് മെത്തേഡ്. മോസ്റ്റ് സയൻറ്റിഫിക് ആൻഡ് ഒബ്സർവേഷണൽ മെത്തേഡാണ് കേട്ടോ. നാലാമത്തെ മെത്തേഡ് ഓഫ് സൈക്കോളജിയാണ് ക്ലിനിക്കൽ ഓർ കേസ് ഹിസ്റ്ററി മെത്തേഡ്. അത് നമ്മൾ ഈ ക്ലിനിക്കൽ സൈഡിലൊക്കെ യൂസ് ചെയ്യുന്നത് ആൾക്കാരിൽ നിന്നാണ് നമ്മൾ ക്ലിനിക്കലി ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ അസുഖത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ കളക്ട് ചെയ്യുന്നത്. അതാണ് ക്ലിനിക്കൽ ഓർ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ക്ലിനിക്കൽ കേസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലിനിക്കൽ ഓർ കേസ് ഹിസ്റ്ററി മെത്തേഡ്. ലാസ്റ്റ് വൺ ഈസ് സർവേ മെത്തേഡ്. സർവേ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് 50 ക്വസ്റ്റ്യനെയറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ ക്വസ്റ്റ്യനെയേഴ്സ് കൊടുത്തിട്ട് നമ്മൾ റിപ്പോർട്ട്സ് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ മെത്തേഡ് അല്ലെങ്കിൽ സർവേ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ 5 മെത്തേഡ്സ് ഓഫ് സൈക്കോളജി. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രോസ്പെക്റ്റീവ്, നെക്സ്റ്റ് വൺ ഈസ് ഒബ്സർവേഷണൽ, എക്സ്പെരിമെൻ്റൽ, ദെൻ ലാസ്റ്റ് രണ്ടെണ്ണം എന്താണ്, കേസ് ഹിസ്റ്ററി, പിന്നെ നമ്മുടെ സർവേ മെത്തേഡ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ നമ്മൾ പറഞ്ഞു. മൈൻഡിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പറയുന്നത് അത് സെൻസറി ആക്ടിവിറ്റി ആണെന്ന്, ചിലർ പറയുന്നു അതിന് കുറച്ച് ബയോളജിക്കൽ ബേസിസ് ഉണ്ടെന്ന് പറയുന്നു. സോ അതിൻ്റെ ബയോളജിക്കൽ ആസ്പെക്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം.
സോ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് ബോഡിയും മൈൻഡും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് ചിലർ പറയുന്നുണ്ട്. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയും മൈൻഡും തമ്മിലുള്ള കുറച്ച് ഇൻട്രാക്ഷൻസ്. അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് റിസപ്റ്റേഴ്സ്, എഫക്റ്റേഴ്സ് ആൻഡ് കണക്റ്റേഴ്സ്. റിസപ്റ്റേഴ്സ്, എഫക്റ്റേഴ്സ്, കണക്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇത് സ്റ്റിമുലൈ ഇൻ ദ ഫോം ഓഫ് വാരിയസ് സെൻസറി എക്സ്പീരിയൻസസ് ആർ റിസീവ്ഡ് ബൈ സെൻസറി സിസ്റ്റം നോൺ ആസ് റിസപ്റ്റേഴ്സ്. റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. വാരിയസ് സെൻസറി സ്റ്റിമുലൈനെ അതിനെ നമ്മളെ സെൻസേഷൻസിനെ റിസീവ് ചെയ്ത് അത് സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ആ ഒരു ഓർഗൻസിനെയാണ് നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റിമുലൈ ഇൻ ദ ഫോം ഓഫ് വാരിയസ് സെൻസറി എക്സ്പീരിയൻസ് അതിനെ നമ്മൾ റിസീവ് ചെയ്ത് സെൻസറി സിസ്റ്റംസിൽ എത്തിക്കുന്ന ആൾക്കാരാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ റിസപ്റ്റേഴ്സും ഉണ്ട്, ഇൻറ്റേർണൽ റിസപ്റ്റേഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ റിസപ്റ്റേഴ്സ് നമുക്ക് പുറമേ കാണാം, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ഇതൊക്കെയാണ് നമ്മുടെ എക്സ്റ്റേണൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സ്കിൻ, അതൊക്കെ. ഇൻറ്റേർണൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ബ്രീത്തിങ്, നോസിയ, ഡൈജഷൻ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന റിസപ്റ്റേഴ്സിനാണ് നമ്മൾ ഇൻറ്റേർണൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ പോസ്ചർ, ഇക്വിലിബ്രിയം, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇൻറ്റേർണൽ റിസപ്റ്റേഴ്സ്. പിന്നെ സെൻസ് ഓർഗൻസ്. അപ്പോൾ ഇതൊക്കെയാണ് റിസപ്റ്റേഴ്സിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എഫക്റ്റേഴ്സ്. എഫക്റ്റേഴ്സ് ഓഫ് റെസ്പോൺസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിസപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ സ്റ്റിമുലേനെ സെൻസറി എക്സ്പീരിയൻസിന് സ്റ്റിമുലയുടെ ഫോമിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് സെൻസറി സിസ്റ്റത്തിൽ കൊണ്ടുകൊടുക്കും. എന്നിട്ട് ഈ സെൻസേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഈ സ്റ്റിമുലേക്ക് അനുസരിച്ച് ആക്ട് ചെയ്യുന്ന ഓർഗൻസിനെയാണ് നമ്മൾ എഫക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓർഗൺ ഓഫ് റെസ്പോൺസ്, അത് നമ്മുടെ ഗ്ലാൻസും ഇതിനെയൊക്കെയാണ് നമ്മൾ എഫക്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മസിൽസും ഗ്ലാൻസിനെയൊക്കെയാണ് നമ്മൾ എഫക്റ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് കണക്റ്റേഴ്സ് അല്ലെങ്കിൽ അഡ്ജസ്റ്റേഴ്സ്. കണക്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ എഫക്റ്ററിനെയും റിസപ്റ്ററിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനങ്ങളെയാണ് അല്ലെങ്കിൽ ഓർഗൻസിനെയാണ് നമ്മൾ കണക്റ്റേഴ്സ് അല്ലെങ്കിൽ അഡ്ജസ്റ്റേഴ്സ്. അത് എന്തൊക്കെയാണ്? ന്യൂറോൺ, ന്യൂറോ ട്രാൻസ്മിറ്റർ, നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ ഈ സെൻസേഷൻ അല്ലെങ്കിൽ സ്റ്റിമുലൈനെ അടുത്തൊരു ഓർഗനിലോട്ട് എത്തിക്കണമെങ്കിൽ അത് തമ്മിലൊരു കണക്ടർ വേണ്ടേ? അതാണ് ന്യൂറോൺ, ന്യൂറോ ട്രാൻസ്മിറ്റർ, നെർവസ് സിസ്റ്റം ഒക്കെ ഈ കണക്ടറിലാണ്. അപ്പോൾ ഇതാണ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. വളരെ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയറിൽ 3 കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. റിസപ്റ്റർ എന്താണ്, എഫക്റ്റർ എന്താണ്, കണക്ടർ എന്താണ്. വി മൂവ് ഓൺ ടു ഫംഗ്ഷൻ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ കുറച്ച് പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഫംഗ്ഷനാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൺ ഈസ് അസറ്റൈൽ കൊളൈൻ. അസറ്റൈൽ കൊളൈൻ എല്ലാവർക്കും അറിയാം, റെഗുലേറ്റ് മസിൽ മൂവ്മെൻറ്റ് ആൻഡ് കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ. നമ്മുടെ മസിൽ മൂവ്മെൻറ്റിനും കൊഗ്നിറ്റീവ് ഫംഗ്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അസറ്റൈൽ കൊളൈൻ കേട്ടോ. അസറ്റൈൽ കൊളൈൻ മറന്നു പോകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഗാബ. ഗാമ അമൈനോ ബ്യൂട്ടാരിക് ആസിഡ് എന്നതാണ് ഫുൾ ഫോം. ഗാബ മോഡറേറ്റ് ഈറ്റിംഗ്, അഗ്രഷൻ, സ്ലീപ്പിംഗ്, ഉറക്കത്തിന്, ദേഷ്യപ്പെടാൻ, കഴിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് നമ്മുടെ ഗാബ എന്ന് പറയുന്നത് കേട്ടോ. മോഡറേറ്റ് ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, പിന്നെ അഗ്രഷൻ. മനസ്സിലായല്ലോ. സോ നെക്സ്റ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഡോപ്പമിൻ ആണ് കേട്ടോ. വൺ ഈസ് ഡോപ്പമിൻ. ഡോപ്പമിൻ റെഗുലേറ്റ് മൂവ്മെൻറ്റ്സ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് ഡോപ്പമിൻ ആണ്. ദെൻ വോളണ്ടറി ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിക്ക് സഹായിക്കുന്നത് ഡോപ്പമിൻ. ഡി ഓർമ്മിച്ച് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ്, വോളണ്ടറി ഡിസിഷൻ മേക്കിംഗ്, കോർഡിനേഷൻ ഓഫ് മൂവ്മെൻറ്റ്സ്, എമോഷണൽ കൺട്രോൾ, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഡോപ്പമിൻ ആണ് കേട്ടോ. സെറോട്ടോണിൻ, ഹാപ്പി ഹോർമോൺ, റെഗുലേറ്റിംഗ് സ്ലീപ്പ്, ഈറ്റിംഗ്, മൂഡ് ആൻഡ് പെയിൻ, ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് സെറോട്ടോണിനാണ് കേട്ടോ. ദെൻ എൻഡോർഫിനും ഭയങ്കര പ്ലഷറബിൾ ഫീലിങ്സ് തരുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. പെയിൻ റെഗുലേറ്റ് ചെയ്യാൻ എൻഡോർഫിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്ലൂട്ടാമേറ്റ് ഹെൽപ്സ് ഇൻ മെമ്മറി പ്രോസസ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഗ്ലൂട്ടാമേറ്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും. ഈ മൂവ് ഉണ്ട് പെർസെപ്ഷൻ ആൻഡ് അറ്റൻഷൻ. റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ 100 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും 100 എണ്ണത്തിന് ഒരു ക്വസ്റ്റ്യൻ ഈ പെർസെപ്ഷൻ അല്ലെങ്കിൽ അറ്റൻഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണും കേട്ടോ. സോ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ആണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എബിലിറ്റി ടു പെർസീവ് ഓർ അണ്ടർസ്റ്റാൻഡ് ത്രൂ സെൻസസ് ഓർ പാസ്റ്റ് എക്സ്പീരിയൻസിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ നമ്മൾ സെൻസറി ആസ്പെക്റ്റിലൂടെ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. പെർസെപ്ഷൻ അതാണ് നമ്മൾ മെയിനായിട്ടും പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ഹലൂസിനേഷൻ. എല്ലാവർക്കും അറിയാം ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്.
false perception in the absence of original stimuli. അവിടെ ഒരു സ്റ്റിമുലയെ ഇല്ല, ഒരു ഒറിജിനൽ സ്റ്റിമുലേ ഇല്ലാതെ നമ്മളൊരു ഫാൾസ് പെർസെപ്ഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹലൂസിനേഷൻ. അതായത് നമ്മൾ അവിടെ പാമ്പ് കിടക്കുന്നു, അവിടെ സത്യം പറഞ്ഞാൽ ഒരു സാധനവും ഇല്ല, അതാണ് ഹലൂസിനേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റിമുലസ്. അവിടെ ഒരു സ്റ്റിമുലൈ ഉണ്ട്, അതിന് നമ്മൾ മിസ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇല്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ഒരു കയറ് കിടക്കുന്നതിനെ നമ്മൾ പാമ്പായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു, മിസ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു, അതിന് ഇല്യൂഷൻ എന്ന് പറയും. പക്ഷെ അവിടെ ഒന്നുമില്ല, എന്നാൽ അവിടെ ഒരു പാമ്പ് കിടക്കുന്നത് നമ്മൾ പറയുന്നതെങ്കിൽ അതൊരു ഹലൂസിനേഷനാണ്. സോ രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാട്ടോ. മൂവ് ഓൺ ടു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻസ്. കുറച്ച് എക്സ്ട്രാ സെൻസറി പെർസ്പെക്റ്റീവ് ലെവൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ പെർസെപ്ഷൻ വിത്തൗട്ട് എനി സെൻസറി ബേസിസ്. നമ്മളത് കേൾക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവ് ലെവൽ കേൾക്കുവാണെങ്കിൽ ഒരു സെൻസറി ബേസിസും അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഇതിൽ ഉണ്ടാവത്തില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സെൻസറി ബേസിസും ഇല്ലാത്ത പെർസെപ്റ്റീവ് ലെവലിനെയാണ് നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അല്ല, ഫസ്റ്റ് വൺ ഈസ് ടെലിപ്പതി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് തോട്ട് വിതൗട്ട് എനി നോർമൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ തമ്മിലുള്ള തോട്ട്, ഒരാളുടെ തോട്ട് മറ്റൊരാളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ട്രാൻസ്മിറ്റ് ആകുന്ന അവസ്ഥയാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും കാണുന്നില്ല, പക്ഷേ ഇവരുടെ തോട്ടായിരിക്കും അവരുടെയും തോട്ട്. അങ്ങനെയാണ് ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനിൽ, ദാറ്റ് ഈസ് ട്രാൻസ്മിഷൻ ഓഫ് തോട്ട് വിത്തൗട്ട് എനി normal means of communication between two persons. Next one is clairvoyance. Clairvoyance എന്ന് പറഞ്ഞാൽ supranormal mode of perception which results in a visual image being presented in the conscious mind. There is a coincidental truth in the visual perception and in some cases as in dreams in an entrance. എന്ന് വെച്ചാൽ ഒരു സുപ്രാനോർമൽ പെർസെപ്ഷൻ, അതായത് നമ്മുടെ ഒരു മൈൻഡിനകത്ത് ഒരു സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോട്ടായിട്ട് ഒരു വിഷ്വലി ഒരു പിക്ചർ നമ്മുടെ മൈൻഡിനകത്ത് അത് പ്രസൻ്റ് ആകും. സോ ആ പിക്ചറിന് ചിലപ്പോൾ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് നടക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, എന്തായാലും ഒരു വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളറിയാതെ പോയൊരു കാര്യത്തെക്കുറിച്ചുള്ളൊരു വിഷ്വലായിട്ടുള്ളൊരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ നമുക്ക് തോട്ടിൽ വരും, നമ്മുടെ തോട്ടിൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സ്വപ്നത്തിലെങ്കിലും കാണാം. ചിലർ പറയാറില്ല, ചില സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ സ്ഥലം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, മേ ബി ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ അങ്ങനെയുള്ള കാര്യത്തെയാണ് നമ്മൾ ക്ലെയർവോയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പ്രീകോഗ്നിഷൻ. ഇറ്റ്സ് എബിലിറ്റി ടു സെൻസ് ഫ്യൂച്ചർ ഇവൻറ്റ് സൈക്കിക്കലി. അതാണ്. അപ്പോൾ നമ്മുടെ പ്രീകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ അറിയുന്നതാണ് നമ്മുടെ പ്രീകോഗ്നിഷൻ. അതായത് ചില ആൾക്കാർ ഇങ്ങനെ പറയും എനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, ചിലർ പറയും എന്തോ നല്ല കാര്യം വരാൻ പോകുന്നത്, ചിലർ പറയും ഇല്ല എനിക്ക് എന്തോ ഒരു മോശം കാര്യം സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ പറയുന്നതാണ് പ്രീകോഗ്നിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രീമോനീഷൻ. അതൊരു അൺപ്ലസൻറ്റ് സൈഡ് ഓഫ് പ്രീകോഗ്നിഷനാണ്. ഇറ്റ് ഈസ് ഇന്നബിലിറ്റി ടു സെൻസ് അൺപ്ലസൻറ്റ് ഈവൻസ് ലൈക്ക് ഡെത്ത് എക്സെട്ര. പ്രീമോനീഷൻ എന്ന് വെച്ചാൽ പ്രീകോഗ്നിഷൻ പോലെ തന്നെയാണ്. അതായത് അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രെഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മൊനീഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ അൺപ്ലസൻറ്റ് സൈഡ് ഓഫ് പ്രീകോഗ്നിഷൻ. ഇറ്റ് ഈസ് എബിലിറ്റി ടു സെൻസ് അൺപ്ലസൻറ്റ് ഇവൻറ്റ്സ് ലൈക്ക് ഡെത്ത്. മരണം പോലും ചിലപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ നാളെ മരിക്കും, മറ്റന്നാൾ മരിക്കും എന്നൊക്കെ പറയത്തില്ലേ. സോ അതിനെയാണ് പ്രീ മൊനീഷ്യൻ എന്ന് പറയുന്നത്. അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സിനെ പറ്റിയിട്ട് ഇവരെന്ത് ചെയ്യും, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സൈക്കോകൈനസിസ് എന്ന് വെച്ചാൽ മൈൻഡ് ഓവർ മാറ്റർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ചേഞ്ച് ദ കോമ്പോസിഷൻ ഓഫ് ഫിസിക്കൽ ഒബ്ജക്ട്സ്, ആനിമേറ്റ്, ഇന്നാനിമേറ്റ്, പ്യുവർലി സൈക്കിക് മീൻസ്. അതായത് പ്യുവർലി സൈക്കിക് മീൻസ് ആണ്. അതായത് അവരുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഒബ്ജക്ട്സിന് ഫിസിക്കലി ആയിട്ടുള്ള ചില ഒബ്ജക്ട്സിൻ്റെ രൂപവും കളറും നിറമൊക്കെ മാറ്റാൻ പറ്റും. അതിനൊരു എബിലിറ്റി അവർക്കുള്ള ഒരു ഇതാണ് സൈക്കോകൈനസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ചേഞ്ച് ദ കോമ്പോസിഷൻ ഓഫ് ഫിസിക്കൽ ഒബ്ജക്ട്സ്, ആനിമേറ്റ്, ഇന്നാനിമേറ്റ്, പ്യുവർലി സൈക്കിക് മീൻസിൽ അവർ ഇങ്ങനെ ഒബ്ജക്ട്സിൻ്റെ ഷേപ്പും അതൊക്കെ മാറ്റും, കോമ്പോസിഷനൊക്കെ മാറ്റാൻ കഴിവുണ്ട്. അതാണ് ഈ സൈക്കോകൈനസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ
എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനകത്ത് വരുന്നത്. വി മൂവ് ഓൺ ടു അറ്റൻഷൻ. എന്താണ് അറ്റൻഷൻ? അറ്റൻഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് കോൺഷ്യസ്നെസ് അപ്പോൺ വൺ ഒബ്ജക്റ്റ് റാദർ ദാൻ അപ്പോൺ അനദർ. എളുപ്പമല്ലേ? ഒരു ഒബ്ജക്റ്റിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. മറ്റൊരു ഒബ്ജക്റ്റിലുപരി ഒരു ഒബ്ജക്റ്റിൽ നമ്മുടെ ശ്രദ്ധ അങ്ങനെ പതിഞ്ഞു പോകുന്നു. ദാറ്റ് ഈസ് അറ്റൻഷൻ. ടൈപ്സ് 2 ടൈപ്പ് ഉണ്ട്, വോളണ്ടറി അറ്റൻഷൻ ആൻഡ് ഇൻവോളണ്ടറി അറ്റൻഷൻ. വോളണ്ടറി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള എഫേർട്ട് ഇട്ട് നമ്മളൊരു സാധനത്തെ ശ്രദ്ധിക്കുന്നു. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ ഒരു സാധനത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, പെട്ടെന്ന് നമ്മളെ ആകർഷിക്കുന്നു അങ്ങോട്ട്. അതാണ് ഇൻവോളണ്ടറി എന്ന് പറയുന്നത്. അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിമാൻഡ് കോൺഷ്യസ് എഫേർട്ട് ഫ്രം അവർ പാർട്ട്. നമ്മുടെ പാർട്ടിൽ നിന്ന് ഒരു കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇട്ട് നമ്മളൊരു സാധനത്തിന് അറ്റൻഷൻ കൊടുക്കുന്നതിനെയാണ് വോളണ്ടറി അറ്റൻഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അതിന് അറ്റൻഷൻ കൊടുത്ത് എഴുതത്തില്ലേ, അതിനെയാണ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുക. അത് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും. വോളണ്ടറി അറ്റൻഷൻ ഡിവൈഡഡ് ഇൻറ്റു 2, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് അറ്റൻഷൻ. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ ആക്ട് ഓഫ് വിൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ അറൗസിങ് അറ്റൻഷൻ. ഒരു സിംഗിൾ ആക്ട് ഓഫ് വില്ലേ കാണത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ടീച്ചർ അസൈൻസ് പ്രാക്ടീസ് വർക്ക് ചൈൽഡ് വാണ്ട്സ് പണിഷ്മെൻറ്റ് ഇഫ് നോട്ട് കംപ്ലീറ്റഡ്. ഹോംവർക്ക് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഇംപ്ലിസിറ്റ്, സിംഗിൾ ആക്ട് ഓഫ് വില്ലാണ്. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാലോ മൾട്ടിപ്പിൾ ആക്ട് ഓഫ് വില്ലാണ്. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ അറ്റൻഷൻ പേ ഡ്യൂറിങ് എക്സാം ഡേയ്സ് ഫോർ സെക്യൂറിങ് റാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കണഞ്ഞ് പരിശ്രമിക്കുന്നു. പല ആക്ടിവിറ്റീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ആക്ട് ഓഫ് വിൽ എന്ന് പറയുന്നത്. സോ അതാണ് എക്സ്പ്ലിസിറ്റ് വോളണ്ടറി അറ്റൻഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇംപ്ലിസിറ്റ് സിംഗിൾ ആക്ട് ഓഫ് വില്ലാണ്, എക്സ്പ്ലിസിറ്റ് മൾട്ടിപ്പിൾ ആക്ട് ഓഫ് വിൽ എന്ന് ഓർമ്മിക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഇൻവോളണ്ടറി അറ്റൻഷൻ. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഇല്ലാതെ നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നു. ഇൻവോളണ്ടറി അറ്റൻഷൻ അത് 2 ടൈപ്പ് ഉണ്ട്. എന്താണ്? എൻഫോഴ്സ്ഡ് ഉണ്ട്, സ്പോണ്ടേനിയസും ഉണ്ട്. എൻഫോഴ്സ്ഡ് ആൻഡ് സ്പോണ്ടേനിയസ്. എൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അറൗസ്ഡ് ബൈ ഇൻസ്റ്റിങ്സ് ഈസ് കാൾഡ് എൻഫോഴ്സ്ഡ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മളൊരു സാധനത്തിൽ അറ്റൻഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ അറ്റൻഷൻ കൊടുക്കുന്നു. എന്താണ് നമുക്കത് കാര്യമെന്ന് അറിയണം. ചിലപ്പോൾ ഒരിടത്തൊന്നും ഭയങ്കര നിലവിളി കേൾക്കുന്നു, കരച്ചിൽ കേൾക്കുന്നു. ആ കൊച്ചു എന്തിനാണ് കരയുന്നതെന്ന് നമുക്ക് അറിയണ്ടേ. ആ ക്യൂരിയോസിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന അറ്റൻഷനെയാണ് നമ്മൾ എൻഫോഴ്സ്ഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സ്പോണ്ടേനിയസ് അറ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സെൻറ്റിമെൻറ്റ്സിൻ്റെ ബേസിസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അറ്റൻഷനാണ് എന്താണ് സ്പോണ്ടേനിയസ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നോയ്സ്, സൗണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു അറ്റൻഷനില്ല. സ്പോണ്ടേനിയസ് അതായത് ഇൻവോളണ്ടറി അറ്റൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് സ്പാൻ ഓഫ് അറ്റൻഷൻ? സ്പാൻ ഓഫ് അറ്റൻഷൻ അറ്റ് എ ടൈമിൽ എത്രത്തോളം കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നു, അതിനാണ് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. മാക്സിമം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി അറ്റൻഡ് ഇൻ 1 പീരീഡ് ഓഫ് അറ്റൻഷൻ ഈസ് കാൾഡ് സ്പാൻ ഓഫ് അറ്റൻഷൻ. ഒരു പീരീഡിൽ എത്ര മാക്സിമം എമൗണ്ട് ഓഫ് സാധനങ്ങൾക്ക് നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നു, അതാണ് നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി വിഷ്വൽ ഓഫ് ഓഡിറ്ററി അറ്റൻഷൻ. 2ഉം ആവാം, വിഷ്വലി കൊടുക്കാം, ഓഡിറ്ററിയും കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്പാൻ ഓഫ് വിഷ്വൽ അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 1/5 അല്ലെങ്കിൽ 1/100 ആണ് കേട്ടോ. 1/5 അല്ലെങ്കിൽ 1/100 ആണ്. സ്പാൻ ഓഫ് ഓഡിറ്ററി അറ്റൻഷൻ ഒറ്റ സമയത്ത് നമുക്ക് 8 സൗണ്ട് വരെ പെർസീവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നതാണ് 8 സൗണ്ട്സിന് വരെ കേട്ടോ. ഓക്കെ. വിഷ്വൽ അറ്റൻഷൻ ഭയങ്കര ഷോർട്ടാണ് കേട്ടോ, വെരി ഷോർട്ട്. ടൈം എക്സ്പോഷർ വെരി ഷോർട്ടാണ്. സ്പാൻ ഓഫ് ഓഡിറ്ററി അറ്റൻഷൻ ക്യാൻ പെർസീവ് 8 സൗണ്ട്സ് ഗിവൺ റാപ്പിഡ്ലി ഇൻ എ സെക്ഷൻ. ഓക്കെ. ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. ഡിവിഷൻ ഓഫ് പേര് തന്നെയുണ്ട്. അതായത് നമ്മുടെ അറ്റൻഷൻ 2-3 ടാസ്കിലായിട്ട് സൈമൾട്ടേനിയസ്ലി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. എന്താണ് ഷിഫ്റ്റിംഗ് അറ്റൻഷൻ എന്ന് വെച്ചാൽ നോട്ട് പോസിബിൾ ടു ഹോൾഡ് അറ്റൻഷൻ കണ്ടിന്യൂസ്ലി. ഒരേ ഒരു സാധനത്തിൽ അല്ലെങ്കിൽ ഒരേ ഒരു ഒബ്ജക്റ്റിൽ ഒരേ ഒരു കാര്യത്തിൽ കുറേ ടൈം നമുക്ക് അറ്റൻഷൻ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ഷിഫ്റ്റായി പോകുന്നത് വേറൊരു കാര്യത്തിലേക്ക്. അതാണ് ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനും കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ പേഴ്സൺ ബിസി റൈറ്റിംഗ് ആൻ അസൈൻമെൻറ്റ്. ഒരു അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾ ഹിയർസ് എ ലൗഡ് സൗണ്ട് ആൻഡ് ഇമ്മീഡിയറ്റ്ലി അറ്റൻഡ്സ് ടു ഇറ്റ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. പെട്ടെന്നൊരു സൗണ്ട് കേട്ടോ, അയാൾ അത് ശ്രദ്ധിക്കുവാണ്. അതെന്താണ്? ഇൻവോളണ്ടറി അറ്റൻഷൻ. സൗണ്ട്, ലൈറ്റ്, പെട്ടെന്ന് സ്മെല്ല്, ഇതിലേക്കൊക്കെ പെട്ടെന്ന് അറ്റൻഷൻ പോയത് ദാറ്റ് ഈസ് ഇൻവോളണ്ടറി അറ്റൻഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്
In visual span of attention, at a brief glance, how many units can be perceived? വിഷ്വൽ സ്പാൻ ഓഫ് അറ്റൻഷനിൽ നമ്മൾ പഠിച്ചല്ലോ എത്ര യൂണിറ്റ് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും? 5 യൂണിറ്റ്സ്, 4 or 5 യൂണിറ്റ്സ് കേട്ടോ. ലീക്കേജ് ഓഫ് LPG ഗ്യാസ് ഇൻ യുവർ ഹൗസ് ക്യാച്ചസ് യുവർ അറ്റൻഷൻ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻവോളണ്ടറി അറ്റൻഷൻ. സ്മെല്ല് ക്യാച്ച് ചെയ്യുന്നത് എന്താണ്? ഇൻവോളണ്ടറി അറ്റൻഷൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. സൈക്കോളജിയുടെ ഫസ്റ്റ് ബേസിക് പാർട്ടാണ് നമ്മൾ പഠിച്ചത്. വളരെ സ്ലോ ആയിട്ടാണ് പഠിപ്പിച്ചത്, കാരണം ഭയങ്കര ബോറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ നല്ല ബെസ്റ്റ് നോട്ട് വെച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന ഒരു 3 ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് പാസ്സാകാമെന്നുള്ളേ ഉള്ളൂ. ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകത്തുള്ളൂ. പക്ഷേ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി 2 ക്ലാസ് കൊണ്ട് അവിടെ തീർക്കാൻ ശ്രമിക്കാം. സോ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറയാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടിപൊളി കണ്ടൻറ്റായിട്ട് വേഗം വരാം. അപ്പോൾ ബൈ ബൈ, സീ യു അഗെയിൻ.